ഞാൻ വന്നിട്ടുള്ളത് ഒരു കുൽഫിൻ്റെ റെസിപ്പി കേട്ടോ. നമുക്ക് ഏത് ഒരാൾക്കാണെങ്കിലും ഈ ചൂടത്ത് നല്ല ദാഹമാണ്. അപ്പോൾ കാക്കച്ചിക്ക് നല്ല ചൂടായിട്ട് തണലത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് നമുക്കൊന്ന് കുൽഫി ഉണ്ടാക്കാം. ഈ ചൂട്ട് പൊള്ളണ സമയത്ത് നമുക്കൊരു കുൽഫി തിന്നാൻ പൂതിയായാൽ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. അപ്പം മക്കൾക്കായാലും കൃത്രിമല്ലാത്ത ഉണ്ടാക്കി എടുത്ത് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് ഞാൻ പറയണില്ല, കാരണം ഒരു ദിവസത്തെ സമയം വേണം. തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ രാത്രിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കുക, എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിൽ ചോക്ലേറ്റ് ചേർത്താണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചോക്ലേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ബേജാറും ആവണ്ട, മിൽക്ക് മെയ്ഡ് ചേർത്താലും മതി. ഇപ്പോൾ ഞാൻ വെള്ള ചോക്ലേറ്റാണ് കേട്ടോ എടുത്തിക്കണത്. കേക്കിനൊക്കെ ഉണ്ടാക്കാൻ കൊടുന്ന ഗ്രേറ്റ് ചെയ്തിടാൻ കൊടുന്ന ചോക്ലേറ്റാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് അലിയിച്ചെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആണ് ഇത് വെച്ചിട്ട് അലിയിച്ചെടുക്കണം കേട്ടോ. ഇത് വെള്ളം ഒഴിച്ചിട്ടും അലിയിച്ചെടുക്കട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും ഇതിങ്ങനെ ചൂടായ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ. ഇപ്പോൾ ഇത് അലിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിക്കൊരു കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസാക്കിയിട്ടാണ് ഞാൻ ജ്യൂസ് ചേർക്കണത്. ഇനി നമുക്ക് പൈനാപ്പിൾ ചെത്തിയിട്ട് എടുക്കാം. പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്ത് മിക്സിയിലിട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര കുറച്ച് അധികം വേണം, കാരണം ഈ ഐസായി വരുമ്പം ഇത് മധുരം കുറഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല മധുരം ഇടണം കേട്ടോ നമ്മൾ അടിച്ചെടുക്കുമ്പം. പിന്നെ ഈ ചോക്ലേറ്റിൻ്റെ മധുരം ഉണ്ട്, അപ്പം അതിനനുസരിച്ച് മധുരം ഇട്ടാൽ മതി. ഇപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. അതാ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല കളറുണ്ട്. ഒരു കളറും ചേർത്തിട്ടില്ല കേട്ടോ അതിൽ. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് അലിയിച്ചെടുത്തത് ദീക്ക് പാരണം. ഞാൻ കുറച്ച് വെള്ളം ചേർത്തിക്കണം കേട്ടോ. അപ്പോൾ ദീക്ക് പാർന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക. അപ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ. മധുരം വേണം, ഐസാക്കണമെങ്കിൽ നല്ല മധുരം വേണം. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നല്ല മധുരം വേണം. ഇപ്പോൾ കുൽഫിൻ്റെ കൂട്ടുവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഞാൻ ഒരു ഐസിൻ്റെ മോൾഡിലേക്കാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ. ഐസ് ഉണ്ടാക്കാൻ കൊണ്ടുവന്നാണ്. ഇതില്ലെങ്കിൽ ആരും ചെറാണ്ട ചെറിയ ഗ്ലാസ്സിൽ പറഞ്ഞിട്ട് ഐസിൻ്റെ കോലുണ്ടാകുമല്ലോ, അതിട്ടാലും മതി, അല്ലെങ്കിൽ ഒരു ഈർക്കിളിട്ടാലും മതി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. കുറച്ച് ബലമുള്ള കോല് വേണമെന്നുള്ളൂ. ഏത് കോലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ എല്ലാ മോൾഡിലും ഇങ്ങനെ പാർന്ന് വെച്ചിട്ട് അതിലേക്ക് അതിനൊരു കോല അടപ്പും അതുമ്മ തന്നെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഗൾഫിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇവിടെയൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അല്ല ഈ കേക്കിൻ്റെ മോൾഡ് ഒക്കെ വാങ്ങണ ആ ഒരു കടയിൽ ഇതുണ്ട്, ഞാൻ കണ്ടിരിക്കണം. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഗ്ലാസ് പാർന്ന് വെച്ചാലും മതി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളൊരു ദിവസം ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ രാവിലെ വെച്ചാൽ വൈകുന്നേരം ആകും. ഞാൻ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് വെച്ചത്. എന്നാൽ പിറ്റേന്ന് രാത്രിയത്തെ തണുപ്പും കഴിഞ്ഞ് പിറ്റേന്ന് എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് വെച്ചത്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഫീസറിലേക്ക് വെക്കണം കേട്ടോ. ഫീസറിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുത്താൽ മതി. കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് പാളി നോക്കിയിട്ട് ഐസാകാനൊന്നും അയക്കൂല, അത് കുത്തി തോണ്ടി എടുക്കും. അപ്പം ഇത് ഫീസറിൽ വെച്ചിക്കണം കേട്ടോ. അപ്പം ഞാൻ തലേന്ന് വെച്ച കുൽഫിയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാ ഐസും കട്ടയായി കിടക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലല്ല കേട്ടോ, സൈഡിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. എന്നാൽ പിന്നെ പെട്ടെന്ന് എടുക്കാൻ കിട്ടും. അല്ലെങ്കിൽ അത് നമ്മൾ പൊന്തിച്ചുമ്പോഴത്തേന് ആ കോലും ഇങ്ങോട്ട് കയ്യിൽ പോരും. അപ്പോൾ ഒന്ന് തണുപ്പിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ. അപ്പം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊണ്ടുവന്നാണ്. ഇതാ അടിപൊളി കുൽഫി റെഡി ആയില്ലേ. മക്കൾക്കും നമുക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുൽഫിയാണ് കേട്ടോ. ഇനിയിപ്പോൾ പൈനാപ്പിൾ ഇല്ലെങ്കിൽ മാങ്ങയായാലും മതി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയാലും മതി. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ കുറച്ച് പാലും ഏലക്കായും പഞ്ചസാരയും അടിച്ചിട്ടാലും മക്കളെ പറ്റിക്കാൻ ഇതന്നെ ധാരാളമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ചൂടത്ത് ഇങ്ങനെയൊക്കെ കിട്ടണത് മക്കൾക്കും ഭയങ്കര സന്തോഷമായിക്കാരം, നമുക്കും തണുപ്പ് മാറാനൊക്കെ നല്ലതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്